Hello my dears, welcome back to Xylem Learning. Miss ആണ്. So yes, കെമിസ്ട്രിയിലെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. ചാപ്റ്റർ എന്ന് പറയുന്നത് ഇതാണ്, മെറ്റീരിയൽസ് അറൗണ്ട് അസ്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സറൗണ്ടിങ്സിലുള്ള മെറ്റീരിയൽസിനെ പറ്റിയും അതിന്റെ ക്ലാസിഫിക്കേഷനും ഒക്കെ ആയിരുന്നു ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, ട്രാൻസ്പെറൻറ്റ്, ട്രാൻസ്ലൂസൻറ്റ് ആൻഡ് ഒപ്പാക് ഒബ്ജക്ട്സ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അത് എന്നതാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഈ ഒരു പിക്ചറിൽ നോക്കുന്ന തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ട് എന്തൊക്കെ ആയിരിക്കാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻഡോന്റെ ഈ ഒരു സൈഡിൽ നിന്നുകൊണ്ട് ആ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ എനിക്ക് അതിന്റെ അപ്പുറത്തെ സൈഡിലുള്ള വ്യൂ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. സോ ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദ മെറ്റീരിയൽ ത്രൂ വിച്ച് തിങ്സ് ക്യാൻ ബി സീൻ. നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് എന്ന് നമുക്ക് വിളിക്കാം. ഇപ്പൊ ഈ ഗ്ലാസ്സിലൂടെ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് അപ്പുറത്തെ സൈഡിൽ എന്താണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് പകരം ഒരു വുഡൻ ഡോർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വിൻഡോയിലൂടെ നോക്കിയിട്ട് അപ്പുറത്ത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. നമുക്ക് ഒരിക്കലും അത് സാധ്യമല്ല. സോ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിലൂടെ എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് മെറ്റീരിയൽസിനെ നമുക്ക് എന്ത് വിളിക്കാം? ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്സിന്റെ എക്സാമ്പിൾസ് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ നല്ലൊരു ബേക്കറിയിലൊക്കെ പോണ സമയത്ത് ഒരുപാട് പലഹാരങ്ങളൊക്കെ ഇതാ ഈ കാണുന്ന പോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഗ്ലാസിന്റെ വെസൽസ് കണ്ടെയ്നേഴ്സിൽ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ യൂസ് എന്താ? കൃത്യമായിട്ട് ഇപ്പോൾ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വേണ്ട സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റും. നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള ബോക്സസ് കണ്ടെയ്നേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതേ ഒരു എന്താണ് യൂസ് അല്ലെങ്കിൽ പർപ്പസ് ആണ് അവിടെ ഉള്ളത് അല്ലെ. അതുപോലെ നമ്മുടെ ലെൻസ് ആയിക്കോട്ടെ, യെസ്, അക്വേറിയം നിങ്ങൾ ആലോചിക്കുക. അപ്പൊ അക്വേറിയത്തിന്റെ ഒക്കെ ആ ഒരു ഗ്ലാസ്സിലൂടെ നോക്കുന്നത് നമുക്ക് കറക്റ്റ് അല്ലേ, ഓരോ ഫിഷിനെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് എന്തൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മളുടെ എന്താണ്, യെസ്, നോർമൽ വാട്ടർ ആയിക്കോട്ടെ, ചില പ്ലാസ്റ്റിക്സ് അല്ലേ, ഈ പോലത്തെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലോ കാര്യങ്ങളോ ഒക്കെ ആയിക്കോട്ടെ, നമുക്ക് എന്താണ് വിസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്സ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലെ, ആ ഗ്ലാസിന് പകരം ഒരു വുഡൻ ഡോർ ആയിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ സാധിക്കില്ല. അപ്പൊ ഞാനൊരു വീട്ടിൽ പോയിട്ട് ഞാൻ കോളിംഗ് ബെല്ലൊക്കെ അടിച്ചു, ഈ ഡോറിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും എന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതിന് ഡോർ തുറക്കണം അല്ലെ. അല്ലെങ്കിൽ ചില വീട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ എന്താണ്, യെസ്, അത് ലെൻസ് ആണ്. ലെൻസ് എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആണ്. അതിലൂടെ എനിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സോ നമ്മൾ മനസ്സിലാക്കുക, ഒപ്പാക് ഒബ്ജക്റ്റ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ദ മെറ്റീരിയൽസ് ത്രൂ വിച്ച് യു ആർ നോട്ട് ഏബിൾ ടു സീ. അല്ലെ, നമുക്ക് ഒരിക്കലും കാണാൻ പറ്റുന്നില്ല. അത് നോക്കി നിങ്ങൾ, ഈ കാർഡ്ബോർഡിനകത്ത് ബുക്സ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു വിസിബിൾ ആയിട്ടുള്ള പാർട്ട് വെച്ചിട്ടാണ്. കാരണം എയർ എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആണ്, നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നുണ്ട്, നമുക്ക് പരസ്പരം കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ അതിന്റെ കാരണമാണ് അല്ലെ. എന്നാൽ ഈ കാർഡ്ബോർഡിന്റെ അകത്തുള്ളത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ബിക്കോസ് കാർഡ്ബോർഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഒപ്പാക് ഒബ്ജക്റ്റ് ആണ്. സോ ട്രാൻസ്പെറന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഒപ്പാക് ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മുടെ ഡോർ ആയിക്കോട്ടെ, നമ്മളെ വോളൊക്കെ ആയിക്കോട്ടെ അല്ലെ, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ ആരാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ നോക്കിയോ, പ്ലാസ്റ്റിക് ചെയർ. ഇപ്പൊ പ്ലാസ്റ്റിക് ചെയർ എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന പ്ലാസ്റ്റിക് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എവിടെയൊക്കെ എന്താണ്, നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു കാര്യം, ഈ പറയുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ചെയറിന്റെ ബാക്ക് സൈഡിൽ നമ്മളൊരു സ്റ്റിക്കർ ഒട്ടിച്ചു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ എന്താ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുപോലെ സ്റ്റോൺ വാൾ ആയിക്കോട്ടെ, യെസ്, ബുക്സ് ആയിക്കോട്ടെ, സ്റ്റീലിന്റെ കാര്യങ്ങളായിക്കോട്ടെ, ഒക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ഒപ്പാക് ഒബ്ജക്ട്സിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്കുള്ളത് യെസ്, രണ്ടിന്റെയും മിഡിലായിട്ട് വരുന്ന, ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഒരാളാണ് ട്രാൻസ്ലൂസെന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസ്ലൂസെന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയുള്ള ഈ പിക്ചർ നിങ്ങൾ നോക്കിക്കേ. ഈ പിക്ചറിനകത്ത് ഒരു പ്രത്യേക തരം ഗ്ലാസ് ആണ് അല്ലെ, എവറോസൻ ഗ്ലാസ് എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്ന ഒരു ഗ്ലാസ് ആണ്. അപ്പൊ ഈ ഗ്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി, ഇവിടെ ഒരു ചെടി ഉണ്ട് അല്ലെ, ഒരു പ്ലാന്റ് നമ്മൾ കാണുന്നുണ്ട്. ആ പ്ലാന്റ് ഈ ഗ്ലാസ്സിലൂടെ കാണുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, നമുക്ക് ഏറെക്കുറെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്ലാന്റ് ആണെന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. യെസ്, ഇവിടെ ഒരു ലീഫ് പോലെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. എന്നാൽ കൃത്യമായിട്ട് ഇവിടുന്ന് കാണുന്നത് പോലെ ഇവിടെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് നമ്മൾ കാണുന്നുമില്ല അല്ലെ. സോ ശരിക്കും എന്താണ്, നമ്മൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, കാണുന്നുണ്ട്. പക്ഷെ എന്തല്ല, അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ നമുക്ക് പറയാം എന്താണ്, മെറ്റീരിയൽസ് ത്രൂ വിച്ച് ഒബ്ജക്ട്സ് ക്യാൻ ബി സീൻ ബട്ട് നോട്ട് ക്ലിയർലി അല്ലെ. നമുക്ക് കാണാൻ സാധിക്കും
പക്ഷെ എന്തല്ല, ഒരു ക്ലിയർ ആയിട്ടുള്ള വിഷൻ നമുക്ക് കിട്ടുന്നില്ല. സോ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ നമുക്ക് എന്ത് വിളിക്കാം? ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട്സ് എന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടി സാധിക്കും. സോ യെസ്, അപ്പൊ നമുക്ക് ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് ഉണ്ട്, ഒപാക് ഒബ്ജക്റ്റ് ഉണ്ട്, അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മുടെ ബട്ടർ പേപ്പർ, ഇപ്പൊ നമ്മൾ കണ്ട ടൈപ്പ് ഗ്ലാസസ് എന്ന് പറയുന്നത്, ആൻഡ് നമ്മുടെ സൺഗ്ലാസ്, ഇതേപോലെയുള്ള ഷീറ്റ്സ്. ഇതിലൂടെ ഒന്നും നമുക്ക് എന്താണ് ക്ലിയർ ആയിട്ടുള്ള, അല്ലെ, നമ്മൾ ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റിലൂടെ നോക്കുന്ന അത്രയും ക്ലിയർ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിഷൻ നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ എന്താണ് കാണുന്നുണ്ട്, ഒപാക് ഒബ്ജക്റ്റ് പോലെയോ അല്ല. സോ ഇൻ ബിറ്റ്വീൻ ആണ്. അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളത്, ട്രാൻസ്പെറന്റ്, ട്രാൻസ്ലൂസന്റ് ആൻഡ് ഒപാക്, അല്ലെ. ഓരോ പിക്ചറിലും അതനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ ഇവിടെ നോക്കിയ ഒരു എലിഫന്റിനെ കാണുന്ന സമയത്ത് ട്രാൻസ്പെറന്റ് ആണെങ്കിൽ ക്ലിയർ ആയിട്ട് നമ്മൾ കാണും, ഒപാക് ആണെങ്കിൽ ഒന്നും നമ്മൾ കാണില്ല, ആൻഡ് ട്രാൻസ്ലൂസന്റ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും അതൊരു എലിഫന്റ് ആണെന്ന്, പക്ഷെ എന്തല്ല, ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അപ്പൊ എല്ലാത്തിലും എന്താണ്, അത് തന്നെയാണ് കേസ് എന്ന് പറയുന്നത്. സോ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാടാ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.